Question number 3. Integral 0 to 4 x plus e raised to 2x dx. Here a equal to 0, b equal to 4 and nh equal to b minus a equal to 4. Now we have f of x equal to x plus e raised to 2x. f of a plus h, f of a plus 2h etc. അങ്ങനത്തെ ടേംസ് നമുക്ക് മുമ്പേ കണ്ടുവയ്ക്കാം, ഫോമുലയിൽ വരുന്നതാണുള്ളത്. അപ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് 0 ഈക്വൽ ടു 0 പ്ലസ് ഇ റേസ് ടു 0 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി എഫ് ഓഫ് എ പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് കണ്ടാൽ മതി. അപ്പോൾ എച്ച് പ്ലസ് ഇ റേസ് ടു 2h. നെക്സ്റ്റ് എഫ് ഓഫ് എ പ്ലസ് 2h ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് 2h. അപ്പോൾ എഫ് ഓഫ് 2h കണ്ടാൽ മതി, 2h പ്ലസ് ഇ റേസ് ടു 2 ഇൻറ്റു 2h, അപ്പോൾ ഇ റേസ് ടു 4h എന്ന് വരും, എക്സെട്ര. ലാസ്റ്റ് ടേം വരുന്നത് എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് 1 ഇൻറ്റു എച്ച് പ്ലസ് ഇ റേസ് ടു 2 ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. ഇനി നമുക്ക് ഫോമുല എഴുതാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. Therefore, integral 0 to 4 x plus e raised to 2x dx equal to limit h tends to 0 h into ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേംസാണ് നമ്മൾ മുമ്പ് കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് കൊടുക്കാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരും 1 പ്ലസ് എച്ച് പ്ലസ് ഇ റേസ് ടു 2h പ്ലസ് 2h പ്ലസ് ഇ റേസ് ടു 4h പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് n minus 1 into h plus e raised to 2 into n minus 1 into h. It is equal to limit h tends to 0 h into നമുക്ക് ഇ റേസ് ടു വരുന്ന ടേംസ് അല്ലാതെ ബാക്കിയൊക്കെ ഒരുമിച്ച് എഴുതി നോക്കാം. 1 പ്ലസ് എച്ച് പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് പ്ലസ് ഇനി ഇ റേസ് ടു ഈയുടെ പവേഴ്സ് വരുന്നതൊക്കെ ഒരുമിച്ചെടുക്കുക. ഇ റേസ് ടു 2h പ്ലസ് ഇ റേസ് ടു 2 ഇൻറ്റു 2h പ്ലസ് എക്സെട്ര പ്ലസ് ഇ റേസ് ടു 2 ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു ഇവിടുത്തെ 1നെ നമുക്ക് ഇ റേസ് ടു ഈയുടെ പവേഴ്സിൻ്റെ കൂടെ എടുക്കാം, അതായിരിക്കും എളുപ്പം. അപ്പോൾ എച്ച് പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് പ്ലസ് 1 പ്ലസ് ഇ റേസ് ടു 2h പ്ലസ് ഇ റേസ് ടു 2 ഇൻറ്റു 2h പ്ലസ് എക്സെട്ര പ്ലസ് ഇ റേസ് ടു 2 ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എച്ച് എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു ഇനി ആദ്യത്തെ ഉള്ള ടേംസിൽ നിന്നൊക്കെ എച്ച് ഔട്ട് സൈഡ് എടുത്താൽ എച്ച് ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1 എന്ന് വരും പ്ലസ് ഇനി ബാക്കിയുള്ള ടേംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ജി പി ആണ്. ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 1ഉം കോമൺ റേഷ്യോ ഇ റേസ് ടു 2hുമാണ്. അപ്പോൾ ആ ഫോമുല അപ്ലൈ ചെയ്യാം കേട്ടോ. 1 ഇൻറ്റു ഇ റേസ് ടു 2h ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 2h മൈനസ് 1. ഫോമുല ഏതാണെന്ന് മനസ്സിലായില്ലേ? സം ടു എൻ ടേംസ് ഓഫ് എ ജി പിയുടെ ഫോമുല അപ്ലൈ ചെയ്തതാണ്, which is equal to limit h tends to 0 h into ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ h ഇൻറ്റു നേരത്തെ പോലെ സം ഓഫ് ഫസ്റ്റ് n മൈനസ് 1 നാച്ചുറൽ നമ്പേഴ്സാണ് വരേണ്ടത്. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു n ബൈ 2 പ്ലസ് അടുത്തത് ഇ റേസ് ടു 2nh മൈനസ് 1 ബൈ ഇ റേസ് ടു 2h മൈനസ് 1 എന്ന് എഴുതാം. ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 nh മൈനസ് h ഇൻറ്റു എൻ എച്ച് ഡിവൈഡഡ് ബൈ 2 അങ്ങനെയല്ലേ വരിക, പ്ലസ് എച്ച് ബൈ ഇ റേസ് ടു 2h മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു 2nh മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി നമ്മൾ എൻ എച്ചിനൊക്കെ 4 കൊടുക്കുകയാണ്. അപ്പോൾ 4 മൈനസ് എച്ച് ഇൻറ്റു 4 ബൈ 2 പ്ലസ് ഇ റേസ് ടു 2nh എൻ എച്ചിന് 4 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 4 8 എന്ന് വരും. അപ്പോൾ ഇ റേസ് ടു 8 മൈനസ് 1 പിന്നെ ഇവിടെ ഇ റേസ് ടു 2h മൈനസ് 1 എന്ന് താഴെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ എച്ചിൻ്റെ അവിടെ 2h എന്ന് വരണം. അപ്പോൾ നമ്മൾ 2 ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2h ബൈ ഇ റേസ് ടു 2h മൈനസ് 1 ഇൻറ്റു 1 ബൈ 2 എന്നും വരും കേട്ടോ, ഇ റേസ് ടു 8 മൈനസ് 1ൻ്റെ കൂടെ ഈക്വൽ ടു ഇനി നമ്മൾ എച്ചിന് 0 കൊടുക്കാൻ പോവാം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ 4 ഇൻറ്റു 4 16 ബൈ 2 എന്ന് പറയുമ്പോൾ 8 വരും പ്ലസ് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തേക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇ റേസ് ടു 8 മൈനസ് 1 ബൈ 2 ഔട്ട് സൈഡ് എഴുതുക
ലിമിറ്റ് 2h ടെൻസ് ടു 0 എന്നാവും അത് 1 by e raised to 2h minus 1 by 2h which is equal to 8 plus e raised to 8 minus 1 by 2 അതാണ് വരിക. കാരണം മറ്റേത് ലിമിറ്റ് എക്സ്പൊണൻഷ്യൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്നാണ് വരിക. ഇനി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. 15 പ്ലസ് ഇ റേസ് ടു 8 ഡിവൈഡഡ് ബൈ 2 അത് LCM എടുത്തിട്ട് 15 പ്ലസ് ഇ റേസ് ടു 8 ഡിവൈഡഡ് ബൈ 2. Question number 4. Integral minus 1 to 1 a raised to x dx. Here a is equal to -1, b is equal to 1. Therefore nh equal to b minus a equal to 2. F of x equal to e raised to x. Now we have to write the formula. Integral a to b f of x dx equal to limit h tends to 0 h into f of a plus h plus etc plus f of a plus n minus 1 into h. Therefore integral minus 1 to 1 e raised to x dx equal to limit h tends to 0 h into f of -1 plus f of -1 plus h plus etc plus f of -1 plus n minus 1 into h, and it is equal to limit h tends to 0 h into f of -1 എന്ന് പറഞ്ഞാൽ f of xലെ xന് -1 കൊടുക്കുക. അപ്പോൾ e raised to -1 പ്ലസ് എഫ് ഓഫ് -1 പ്ലസ് h എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിലെ എക്സിന് -1 പ്ലസ് h കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു -1 പ്ലസ് h പ്ലസ് അടുത്ത ടേം എന്തായിരിക്കും ഇ റേസ് ടു -1 പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം ഇ റേസ് ടു -1 പ്ലസ് n minus 1 into h, and it is equal to limit h tends to 0 h e raised to -1 into ഇ റേസ് ടു -1 പുറത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 പ്ലസ് ഇ റേസ് ടു എച്ച് പ്ലസ് ഇ റേസ് ടു 2h പ്ലസ് എക്സെട്ര പ്ലസ് ഇ റേസ് ടു n minus 1 into h. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേംസ് നോക്കിയാൽ നമുക്കറിയാം അത് ജി പിയിലാണ്. ഫസ്റ്റ് ടേം 1ഉം കോമൺ റേഷ്യോ ഇ റേസ് ടു എച്ചും. അപ്പോൾ സം ടു n ടേംസ് ഓഫ് എ ജി പിയുടെ ഫോമുല യൂസ് ചെയ്തിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇ റേസ് ടു -1 ഇൻറ്റു ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 1 ഇൻറ്റു എന്നുണ്ട് ഇ റേസ് ടു h ഹോൾ റേസ് ടു n -1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു h -1. ഫോമുല ഇതാണ് എ ഇൻറ്റു ആർ റേസ് ടു n -1 ഡിവൈഡഡ് ബൈ ആർ -1. എ എന്ന് പറയുന്നത് 1ഉം ആർ എന്ന് പറയുന്നത് ഇ റേസ് ടു എച്ചും ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 e raised to -1 into e raised to nh -1 divided by e raised to h -1 whole divided by h എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള h താഴേക്ക് എടുത്തു, അത് എക്സ്പോണൻഷ്യൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 e raised to -1 into nhന് 2 എന്ന് കൊടുക്കാൻ പോവാം. അപ്പോൾ e സ്ക്വയർ -1 ഡിവൈഡഡ് ബൈ e raised to h -1 ഡിവൈഡഡ് ബൈ h. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എഴുതാം. ഇ റേസ് ടു -1 ഇൻറ്റു ഇ സ്ക്വയർ -1 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 1 ബൈ ഇ റേസ് ടു h -1 ബൈ h, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു -1 ഇൻറ്റു ഇ സ്ക്വയർ -1 ഇൻറ്റു 1 ബൈ 1 എന്ന് വരും യൂസിങ് എക്സ്പൊണൻഷ്യൽ ലിമിറ്റ്, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ ഇ മൈനസ് ഇ റേസ് ടു -1 വരും. ഇതാണ് ആൻസർ.